ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇറാനി പോള. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: ചിക്കൻ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വലിയുള്ളി, പച്ചമുളക്, ഗരം മസാല, കുരുമുളക് പൊടി, മുട്ട, മൈദ, സൺഫ്ലവർ ഓയിൽ, ക്യാപ്സിക്കം, മല്ലിച്ചപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇറാനി പോളയ്ക്ക് ആവശ്യമായത്. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. എല്ലില്ലാത്ത ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മുളക് പൊടി 1 ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഫുഡ് കളർ എടുത്തേക്ക്. ഇത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം എടുത്താണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. മസാല തേച്ച് പിടിപ്പിച്ച ചിക്കനിൽ നിന്ന് പൊരിച്ചെടുക്കുക. ചൂടായ ചട്ടിയിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. ചിക്കൻ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളി മാറ്റിയെടുക്കാം. ഇതെണ്ണ ഫുള്ള് നമുക്ക് വേണ്ട, പകുതി മതി. പകുതി മാറ്റി വെക്കാം. ഒരു 4 ഉള്ളി, മീഡിയം സൈസ് ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉള്ളി വാടുന്ന സമയം കൊണ്ട് ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിന് മിക്സിൻ്റെ ജാർ എടുക്കുക. ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് 1 സ്പൂൺ, ഒരു 4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, കുറച്ച് കറിവേപ്പില, എല്ലാം കൂടിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇനി നേരത്തെ മാറ്റി വെച്ച ക്രഷ് ചെയ്ത ചിക്കൻ എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പോളയ്ക്ക് വേണ്ട ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഇതിന് വേണ്ടിയിട്ടൊരു ബാറ്റർ തയ്യാറാക്കുക. ഇതിനായിട്ട് 1 കപ്പ് മൈദ, 1 കപ്പ് പാൽ, 1 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഒരു 7 മുട്ടാണ് ഞാൻ ഇതിനേക്ക് എടുത്തത്. കുറച്ച് മാത്രം ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ച് കൊണ്ടുവരാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അടുപ്പിലേക്ക് വെക്കുക. കുറച്ച് എണ്ണ ഇതിലേക്ക് തടവി കൊടുക്കുക. ഇനി നമ്മൾ അടിച്ച് വെച്ച ബാറ്റർ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. ബാക്കി മാവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അടിയിലൊരു മൂടി വെച്ച് കൊടുക്കണം. അത് അടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി വന്ന മസാല കുറച്ചുകൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക. ഒന്ന് സെറ്റായി വരുമ്പോൾ കുറച്ച് തക്കാളിയും ക്യാപ്സിക്കവും കുറച്ച് ക്യാരറ്റും അടച്ച് വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കുക. അങ്ങനെ ഇറാനി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒത്ത വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കാണാനും നല്ല ഭംഗിയുള്ളതാണ്. അതുപോലെ തന്നെ കഴിക്കാനും വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.